അക്ഷരങ്ങൾക്ക് അത്രയധികം ഒരു ഭാവപകർച്ച നൽകുവാനായിട്ട് മോഹൻലാൽ എന്ന് പറയുന്ന ഒരു വലിയ നടന് സാധിച്ചൊരു സിനിമ കൂടെയാണ്. എഴുത്തിൻ്റെ ഒരു മാജിക്ക് ഞാൻ അനുഭവിച്ച ഒരു സിനിമയാണ് പ്രമേയം. അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് എനിക്ക് ഇമോഷണലി ഞാൻ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു സിനിമയാണ്. ശിവൻകുട്ടിയെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ഇപ്പോഴും പ്രയാസം. ബ്ലസ്സി എന്നൊരു നെയിം പോലെ തന്നെ ഗോഡ് ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരാളാണല്ലേ. ഞാൻ കഥ പറഞ്ഞപ്പോൾ, കഥ കേട്ടപ്പോൾ എന്നെ അത് പ്രേരിപ്പിച്ചത് മമ്മൂക്കയാണ്. കാഴ്ച എഴുതുന്നതിന് മുമ്പ് ഞാൻ ഒന്നും എഴുതിയിട്ടില്ല. ഇങ്ങനെയൊക്കെ ക്യാമറാമാൻ വരെ പറയുന്നു, നിങ്ങൾ ഇത് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് വേറെ എവിടെയെങ്കിലും ഒന്ന് ആലോചിച്ചാലോ. ഞാൻ പറഞ്ഞു, നിങ്ങൾ ആലോചിച്ച് നിങ്ങൾ ചെയ്തോ, ഞാൻ വീട്ടിൽ പോകാന്ന് പറഞ്ഞു. പ്രണയം എന്ന് പറയുന്ന ഒരു പുരുഷനും സ്ത്രീയും തമ്മിലുണ്ടാകുന്ന ഏതെങ്കിലും ഒരു ഇമോഷൻ അല്ല. തന്നെ പോലെയോ തന്നെക്കാൾ കൂടുതലോ താല്പര്യത്തിൽ അതിനോട് കാണിക്കാവുന്ന ഒരു സ്നേഹം, ഇഷ്ടം, ബഹുമാനം, സ്വന്തമെന്ന് തോന്നുന്ന ഒരവസ്ഥ എന്ന് പറയുന്ന തരത്തിലാണ് പ്രണയത്തിനെ എനിക്ക് കാണാൻ സാധിക്കുന്നത്. ഹലോ ആൻഡ് വെൽക്കം ടു ന്യൂ ടോക്സ്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ബ്ലസ്സി സാറാണ്. സർ വെൽക്കം. നമസ്കാരം. സർ, നമ്മളുടെ 2004 കാഴ്ച മുതൽ ഇപ്പോൾ ആടുജീവിതത്തിൽ എത്തി നിൽക്കുന്നു. അപ്പോൾ ഇത്രയും പിന്നിട്ട വഴികളിലൂടെ സാർ തിരിഞ്ഞു നോക്കുമ്പോൾ അല്ലെങ്കിൽ ഓർക്കുമ്പോൾ സാറിന് എന്താണ് ഫീൽ ചെയ്യാറുള്ളത്? വളരെ സന്തോഷമുള്ള, നമ്മളെപ്പോഴും ജീവിതത്തിൽ കുഴപ്പമില്ല എന്നാണ് എല്ലാവരും പറയുന്നത്. ഐ എം വെരി ഹാപ്പി ബിക്കോസ് ഞാൻ ഇത്രയൊക്കെ ആകും എന്ന് വിചാരിച്ച ഒരാളല്ല. കാരണം ഞാനൊരു 1986 ഞാൻ ആദ്യമായിട്ടൊരു അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു. നമുക്ക് ഓർക്കാൻ നേതൃത്വമുള്ളൂ. അപ്പം അത് വെച്ച് അന്ന് ഒരു സിനിമയെങ്കിലും ആ സമയത്ത് അതിനു മുമ്പ്, അതായത് എൻ്റെ കോളേജ് ടൈമിൽ ഒരു സിനിമയിലെങ്കിലും ഒരു അസിസ്റ്റന്റ് ഡയറക്ടറെങ്കിലും ആകണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഒരു സിനിമ പോയിട്ട് എനിക്ക് 10-40 സിനിമകളിൽ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തു. 18 വർഷക്കാലം അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തു. പിന്നീട് ഇപ്പം എനിക്ക് തോന്നുന്നു എൻ്റെ 20ാമത്തെ വർഷമാണ് ഫിലിം മേക്കർ എന്നുള്ള രീതിയിൽ 20ാമത്തെ വർഷമാണ്. അപ്പം ഒരു 20 വർഷക്കാലം കൊണ്ട് ഒരു 8 സിനിമയെ ചെയ്തുള്ളൂ എങ്കിൽ പോലും ആ സിനിമകൾക്കൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള അപ്രിസിയേഷൻസ് ലഭിക്കുന്നു എന്നൊക്കെ പറയുന്നത് ധാരാളമാണ്. സർ, തന്മാത്ര, പളുങ്ക്, ഭ്രമരം, കാഴ്ച, ഇത് ഏതൊരു മൂവി എടുത്തു കഴിഞ്ഞാലും നമ്മൾ ആ ഒരു സിനിമ കഴിഞ്ഞാലും നമുക്ക് കുറച്ച് ദിവസത്തേക്ക് മനസ്സിൽ ആ ഒരു വിഷമം നമുക്ക് നിൽക്കും. എന്തോ ഒരു സ്ട്രെസ് അത് നമ്മുടെ മൈൻഡിൽ നിന്ന് പോവില്ല. അതെന്താ സാറിൻ്റെ മൂവീസിന് മാത്രം അത്തരത്തിലുള്ള ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്? എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യം എനിക്കൊരു മറുപടി കാണത്തില്ല. പക്ഷെങ്കിൽ ഈ ചോദ്യം സ്ഥിരമായി ഞാൻ ഫേസ് ചെയ്യാറുള്ളതാണ്. അപ്പോൾ ഒക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത്, ആ ചോദ്യത്തിൽ നിന്ന് ഞാനൊരു ഉത്തരം കണ്ടെത്താറുണ്ട്. അപ്പം ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, ഒരുപാട് പ്രേക്ഷകർ കേട്ടിട്ടുള്ളതായിരിക്കാം, സന്തോഷം സുഗന്ധം പോലെയും ദുഃഖം മുറിവിൻ്റെ വേദന പോലെയാണ്. നമ്മളിപ്പോൾ ഇവിടെ ഒരു പെർഫ്യൂം തുറന്നു വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും പെട്ടെന്ന് കിട്ടും, പക്ഷെങ്കിൽ ആ മണം പെട്ടെന്ന് പോവുകയും ചെയ്യും. അതുപോലെയാണ് ഹാപ്പിനെസ് എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെ ഇതൊന്നും ബോധപൂർവം ചെയ്തിട്ടുള്ളതല്ല. ഒരിക്കലും സിനിമയെ ഞാൻ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് കാണുന്ന ഒരാളാണ്. അതുകൊണ്ട് സാധാരണക്കാരന് മനസ്സിലാകാത്ത സിനിമയല്ല. സാധാരണക്കാരുടെ ജീവിതത്തിലും സാധാരണക്കാരൻ ഇടപെടുന്ന അവൻ്റെ മാനസിക തലങ്ങളുണ്ട്, അവൻ്റെ ഇഷ്ടങ്ങളുണ്ട്, മോഹങ്ങളുണ്ട്, പ്രണയമുണ്ട്, ആഗ്രഹങ്ങളുണ്ട്. ഇതൊക്കെ അച്ഛൻ എന്നൊക്കെ പറയുന്ന അമ്മ എന്നൊക്കെ പറയുന്ന ബന്ധങ്ങളുടെ ഒരു ഡെപ്ത്, ആഴമുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ കൂടുതലും സംസാരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അതിലുണ്ടാകുന്ന ഒരു ഇണക്കവും പിണക്കവും വേദനയും നഷ്ടവും വിരഹവും ഒക്കെ ഉണ്ടാകും. ഇപ്പോൾ ആദ്യത്തെ സിനിമയായ കാഴ്ച മുതൽ നമ്മൾ ഏതൊരു ക്യാരക്ടർ എടുത്തു കഴിഞ്ഞാലും, പളുങ്കാണെങ്കിലും തന്മാത്രയാണെങ്കിലും ഭ്രമരം, ശിവൻകുട്ടിയാണെങ്കിലും, ആ ഓരോ കഥാപാത്രങ്ങൾക്കും ഒരു പ്രത്യേക ജീവനുണ്ട്. നമുക്കൊരു നോർമൽ ഒരു കഥ വായിക്കുമ്പോൾ കാണുന്ന ഒരു ക്യാരക്ടർ അല്ലത്. നമ്മളുടെ കൂട്ടത്തിലുള്ള ഒരാളെ പോലെ തോന്നും. നമുക്ക് ആ ആളുടെ വിഷമം നമ്മുടെ മനസ്സിലോട്ട് നമ്മൾ അനുഭവിക്കുന്നതാണെന്നൊരു ഫീല് കിട്ടും. സാർ കൂടുതൽ ആളുകളെ കാണുമ്പോൾ, ഇപ്പം എന്നെ കാണുമ്പോൾ അങ്ങനെ വീക്ഷിക്കുന്ന ഒരാളാണോ? ഇയാളുടെ കുറെ കൂടെ മാനറിസങ്ങളൊക്കെ സാർ ഒരാളെ കാണുമ്പോൾ ശ്രദ്ധിക്കുന്ന ഒരാളാണോ? തീർച്ചയായിട്ടും ഞാൻ ഒബ്സർവേഷൻ ആ രീതിയിൽ ഉണ്ടാകാറുണ്ട്. കാരണം പലതും നമുക്ക് ചിലപ്പം ചില ആൾക്കാർക്ക് ഒരു ആൾക്കൂട്ടത്തിൽ പോലും
ആള് ഒരു കാഴ്ചയ്ക്ക് വലിയ പ്രത്യേകതയില്ലെങ്കിൽ പോലും ആ ആളുടെ ചില പ്രകടനങ്ങൾ നമ്മളെ അട്രാക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ചില ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ലൈഫിൽ നിന്ന് എടുക്കാറുണ്ട്. ഞാൻ പെട്ടെന്നൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, കാഴ്ചയിലെ ഒരു അഡ്വക്കേറ്റ് ഉണ്ട്. അദ്ദേഹം സംസാരിക്കുമ്പോൾ ഒരു പനാമ സിഗരറ്റ് ഇങ്ങനെ എടുത്ത് ഈ സിഗരറ്റ് ഇങ്ങനെ കൈവച്ച് ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ടായിരിക്കും വർത്താനം പറയുകയും, എന്നിട്ട് ഈ സിഗരറ്റ് മുറിച്ചിട്ട് ഈ പാതി സിഗരറ്റാ വലിക്കുക. അതെ അതെ ഇത് ഞാൻ റിയൽ ലൈഫിൽ ഞാൻ എൻ്റെ നാട്ടിലെ ഒരു വക്കീലിൻ്റെ അടുത്ത് ഞാൻ സ്ഥിരമായി ഒരു കേസുമായി ബന്ധപ്പെട്ട് എൻ്റെ കോളേജ് ടൈമിലൊക്കെ ഞാൻ പോകാറുള്ളപ്പം ഞാൻ കാണാറുള്ളൂ. അപ്പം എനിക്കത് വലിയ ആ ആളെ ഞാൻ ഒബ്സർവ് ചെയ്യുമ്പോൾ എനിക്കതിൽ, പക്ഷെ ഞാൻ പിന്നീട് എപ്പോഴോ ഞാൻ എഴുതിയപ്പോൾ സിനിമ ചെയ്തപ്പോൾ ഇതറിയാതെ എനിക്ക് ചെയ്യാൻ പറ്റി. അതേപോലെ തന്നെയാണ് ഞാൻ പത്തനംതിട്ടയിലൊരു ആക്സിഡൻറ്റ് കേസുമായി ബന്ധപ്പെട്ടൊരു അഡ്വക്കേറ്റിൻ്റെ അടുത്ത് ഇതുപോലെ പോയപ്പോഴാണ് അദ്ദേഹം കോടതിയിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ നിന്നിട്ട് നമ്മളടുത്ത് സംസാരിക്കുന്ന എൻ്റെ ഇടയ്ക്ക് പുള്ളിയുടെ ഡ്രോ വലിക്കും, മേശയുടെ ഡ്രോ വലിച്ചിട്ട് അതിലോട്ട് എന്നിട്ട് താഴെ കുനിഞ്ഞ് നിന്നിട്ടൊരു സംഭവം ഒരു കുപ്പി എടുത്തിട്ട് ഡ്രോയ്ക്കകത്തോട്ട് ഒഴിക്കും. അപ്പം വെളിയിൽ നിന്ന് ഒരാൾ കാണുമ്പം ഈ മേശയ്ക്കകത്തോട്ട് കുപ്പിയിൽ നിന്ന് എന്തോ ഒഴിക്കുന്ന പോലെ തോന്നത്തുള്ളൂ. അപ്പം ഞാനതെന്താണെന്ന് നോക്കിയപ്പോഴാണ് ഈ ഡ്രോയ്ക്കകത്തൊരു ഗ്ലാസ് വെച്ചിട്ടുണ്ട്. അപ്പം ആരും അറിയാതെ നൈസായിട്ട് പുള്ളി ഇടയ്ക്ക് സംസാരിക്കുമ്പോൾ സിപ്പ് ചെയ്ത് അടിക്കുന്ന ഇത് ഞാൻ പളുങ്കില് ജഗദീഷ് ശ്രീകുമാറിന്റെ ക്യാരക്ടറിന് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇങ്ങനെ ചെറിയ ചെറിയ ടിപ്സുകളൊക്കെ നമ്മൾ ചിലപ്പം അറിയാതെ ലൈഫിൽ നിന്ന് നമ്മൾ എടുക്കാറുണ്ട്. പക്ഷെങ്കിൽ കൃത്യമായിട്ട് നമ്മളങ്ങനെ ഇത് ചെയ്തില്ലെങ്കിൽ പോലും നമുക്ക് ഒരു ആർട്ടിസ്റ്റിനെ, ഒരു ക്രിയേറ്ററിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാ എല്ലാ അനുഭവങ്ങളിൽ നിന്ന് തന്നെയല്ലേ കൂടുതലും നമ്മൾ മനസ്സിലാക്കി ചെയ്യുന്നത്. അത് തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒബ്സർവേഷൻ ഉണ്ട്. ഇപ്പം ഭ്രമരം 15 വർഷമായി, ഇപ്പോഴും അതിലെ പാട്ടുകൾ വരെ ട്രെൻഡിങ് ആണ്. അപ്പോൾ ആസ് എ ഡയറക്ടർ അതെങ്ങനെയാ സാറിന് ഫീൽ ചെയ്യുന്നത്? എന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തിയിട്ടുള്ളൊരു സിനിമയാണ്. കാരണം ഭ്രമരം എന്നുള്ള സിനിമ എഴുതുന്നതിന് മുമ്പ് എത്രയോ നാളുകൾ ഞാൻ തനിച്ച് വായിച്ചും തനിച്ചിരുന്നും ഒക്കെ ഇങ്ങനെ ഒരു കഥയ്ക്ക് വേണ്ടി ഞാൻ കാത്തിരുന്നിട്ടുണ്ട്. ഒരു മോഹൻലാലുമായി ഒരു സിനിമ ചെയ്യുന്നു, ആ സിനിമയ്ക്ക് എന്താണ് കഥ എന്നുള്ളതായിട്ടില്ല. അതിൻ്റെ ഒരു നിർമ്മാതാവായിട്ടുണ്ട്. നിർമ്മാതാവ് ശ്രീ രാജു മല്യത്ത് അപ്പം എൻ്റെ നാട്ടിൽ തന്നെയുള്ള തിരുവല്ല ഗസ്റ്റ് ഹൗസിലാണ് ഞാൻ മുറിയെടുത്തിരിക്കുന്നത്. അപ്പം അദ്ദേഹവും തിരുവല്ലക്കാരനായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കും, ഇടയ്ക്ക് വന്നെന്നെ കാണും. അപ്പം എന്ത് ചെയ്യുക എന്ന് ചോദിക്കും. അപ്പം ഞാൻ പറയും ഫാനെ നോക്കിയിരിക്കുക എന്ന് പറയും. അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു എന്താണ് സബ്ജക്റ്റ് എന്നറിയാതെ കാത്തിരുന്നിട്ട് പെട്ടെന്ന് എൻ്റെ ഒരു കൂടെ വർക്ക് ചെയ്യുന്ന എൻ്റെ ഒരു അസിസ്റ്റൻറ്റ് ബോംബെ എന്നൊരു ദിവസം എന്നെ കാണാൻ വേണ്ടി വരുന്നു. അപ്പോഴാണ് ഞാൻ പെട്ടെന്ന് അവനോട് പറഞ്ഞത്, ഒരാൾ ആക്സിഡൻറ്റിൽ ഒരു വീട്ടിൽ ചെന്ന് കയറുന്നു, അയാളെ ആർക്കും അറിയത്തില്ല, പക്ഷെ അയാൾക്ക് എല്ലാവരും അറിയാം. ഈ ഒറ്റ നോട്ടാണ്. അപ്പോൾ ഈ നോട്ട് ഒരാൾ അതുവരെ 6 മാസമായിട്ട് കാത്തിരുന്നിട്ട് ഉണ്ടാകാതെ ഒരാൾ പെട്ടെന്ന് തന്നെ, ഞാൻ അൺഎക്സ്പെക്റ്റഡായിട്ട് ഒരാൾ എൻ്റെ അടുത്ത് വന്നപ്പോൾ ആ ഇൻസിഡൻ്റ് എന്നെ സ്ട്രൈക്ക് ചെയ്യുന്നതായിരിക്കാം. അതിൽ നിന്ന് തുടങ്ങിയ ഒരു എഴുത്താണ്. അപ്പം എഴുതാനായിട്ടൊരു 3-4 സീൻ മാത്രമേ അത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് മുന്നോട്ട് കഥ അറിയില്ല. അപ്പം നമ്മുടെ മനസ്സിൽ ആഗ്രഹമുണ്ട് ഒരു റോഡ് മൂവി ആയിരിക്കണം, അങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ ധാരണയൊക്കെ ഉണ്ടെങ്കിൽ പോലും അതെന്താണ് എങ്ങനെയാണെന്ന് അറിയത്തില്ല. അത് പിന്നീടൊരു 3-4 സീനുകൾ, അതായത് ഇദ്ദേഹം വന്നിട്ട് സുരേഷ് മേനോനുമായിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ളൊരു യാത്ര വരെ മനസ്സിലുണ്ടായി. അപ്പം ഞാൻ രാജുവിൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനിത് അത്ര ഒന്ന് എഴുതി വയ്ക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ട്രിവാൻഡ്രത്തുള്ള എൻ്റെ ഒരു അനന്തകളുടെ ഫ്ലാറ്റിൽ പോയിരുന്ന് എഴുത്ത് തുടങ്ങും. പക്ഷേ ഈ എഴുത്ത് തുടങ്ങിയപ്പോൾ ഇങ്ങനെ അടുത്തടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ അറിയാതെ നമുക്ക് എഴുതി പോകാൻ പറ്റുന്നു, അത് പറയാൻ പറ്റുന്നു. അതിനിടയ്ക്ക് ഞാൻ ലാലേട്ടൻ്റെ അടുത്ത് പോയി കഥ പറയുന്നു ഇതിനെക്കുറിച്ച്. അപ്പം കഥയാകുന്നില്ല, പറയുമ്പോഴാണ് നമുക്കിങ്ങനെ കഥ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്നെ അത്ഭുതപ്പെടുത്തി ഇതിൻ്റെ ഒരു ഇൻ്റർവെല്ലും കഴിഞ്ഞിട്ടുള്ളൊരു ഘട്ടത്തിൽ ഇവർ 3 പേരും കൂടെ ഒരു യാത്ര ചെയ്യുമ്പോൾ ഒരു ഘട്ടത്തിൽ ലോറി ചെന്ന് ഒരു മുനമ്പിൽ ചെന്ന് ചവിട്ടി നിർത്തിയിട്ട് ഇയാൾ പുറത്തിറങ്ങി പൊട്ടിച്ചിരിക്കുകയും കൈ കൊട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് എഴുതി കഴിഞ്ഞപ്പോൾ ഞാൻ ഇയാളെന്താ അങ്ങനെ ബിഹേവ് ചെയ്യുന്നേ? ശേഷം
അപ്പം അതൊരു ഇൻട്രാക്ഷൻ, അതായത് നമ്മുടെ ക്യാരക്ടറിനോട് നമ്മൾ തന്നെ സംവദിക്കുകയാണ്. അതെ. എന്താണ് ഈ ക്യാരക്ടർ അങ്ങനെ എഴുതാൻ കാരണം? ഞാനെന്താ എഴുതാൻ കാരണം ഞാൻ തന്നെ എന്നോട് ചോദിക്കുക. ചോദിക്കാം. അപ്പം ഞാൻ വിചാരിച്ചു ഇയാൾക്ക് കുഴപ്പമുണ്ടോ എന്തോ, ഇയാൾ നോർമൽ അല്ലേ എന്നെനിക്ക് ഒരു തോട്ട് വരികയും ഞാൻ പെട്ടെന്ന് പിന്നിലേക്ക് വായിച്ചു നോക്കി. പിന്നിൽ വായിച്ചു നോക്കിയപ്പോഴാണ് ഈ ഇയാളുമായിട്ട് സംസാരിക്കുമ്പോൾ എന്താ പേര്, ജോസ് എന്ന് പറഞ്ഞിട്ട് അയാൾ ഒരു പാതി നോട്ടവുമായി അവനെ നോക്കി, അയാളുടെ ചെവിയിൽ വണ്ട് മൂളുന്ന പോലെ എന്ന് എഴുതിയിട്ടുണ്ട്. പെട്ടെന്ന് എനിക്ക് മനസ്സിലായി അയാളുടെ ചെവിയിൽ വണ്ട് മൂളുക എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ സിസോഫ്രീനിക്കായിട്ടുള്ള ആൾക്കാരെ ഏറ്റവും അധികം ഡിസ്റ്റർബ് ചെയ്യുന്നത് സൗണ്ടാണ്. സൗണ്ടാണ്. അപ്പം അങ്ങനെയാണ് ഈ വാൻ ഗോഗ് ഒക്കെ ചെവി മുറിച്ച് മാറ്റി എന്നൊക്കെ പറയുന്ന, കൊടുത്തു എന്നൊക്കെ പറയുന്ന, അവ ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ശബ്ദങ്ങൾ, ഇങ്ങനെ നമുക്ക് കേൾക്കാത്ത ശബ്ദങ്ങൾ അവരിലേക്ക് എത്തും എന്നുള്ളതാണ്. ആ അറിവ് എനിക്ക് അന്നേരം ഉണ്ടായില്ല. പക്ഷെ ഞാനൊരു സൈക്കാട്രിസ്റ്റുമായിട്ട് സംസാരിച്ചപ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ ഞാൻ മനസ്സിലാകുന്നത്. അപ്പം ഭ്രമരത്തിൻ്റെ ഒരു മീനിങ് വണ്ടിൻ്റെ മൂളക്കം ഒന്നും കൂടെ ഉണ്ട്. അന്നേരം ഈ സിനിമയ്ക്ക് പേര് ഭ്രമരമായിരുന്നില്ല, മറ്റൊരു പേരായിരുന്നു. അപ്പം ഇത് ഞാൻ വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് അത്ഭുതമായി. അതായത് നമ്മളറിയാതെ തന്നെ നമ്മളിൽ നടക്കാവുന്ന ഒരു വലിയൊരു പ്രക്രിയയാണ് ഈ ഈ പറഞ്ഞ, അതൊരു ഈശ്വരൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. അപ്പം അങ്ങനെ എന്താണെന്ന് അറിയാത്ത നമ്മളെപ്പോലും കൊണ്ട് യാത്ര ചെയ്യിക്കുന്ന തരത്തിൽ കഥയും കഥാപാത്രങ്ങളും വരുന്നു. നമ്മളവിടെ ഒരു നിമിത്തം പോലെ നമ്മളിത് എഴുതി വെക്കുന്നു എന്നൊക്കെ തോന്നുന്ന ഒരവസ്ഥ ഉണ്ടല്ലോ. അതെ. ആ എഴുത്തിൻ്റെ ഒരു മാജിക്ക് ഞാൻ അനുഭവിച്ച ഒരു സിനിമയാണ് ഭ്രമരം. അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് എനിക്ക് ഇമോഷണലി ഞാൻ ഏറ്റവും, എനിക്ക് തോന്നുന്നു, അടുത്ത് നിൽക്കുന്ന ഒരു സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശിവൻകുട്ടിയെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്കിപ്പോഴും പ്രയാസം. അതെ, എല്ലാം നഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ. അതെ, ഞാൻ ഈ കഴിഞ്ഞ ദിവസം 50th ഇയറിനെ കുറിച്ച് മുരളി ഗോപി വിളിച്ച് പറയുമ്പോഴാണ് ഞാൻ ഓർക്കുന്നത്. അപ്പം മുരളിയുമായിട്ടുള്ളൊരു ബന്ധവും തുടങ്ങുന്ന അവിടെ നിന്നാണ്. അപ്പം അതിന് ശേഷം ഞാൻ ലാലേട്ടനൊരു വോയിസ് മെസ്സേജ് അയക്കുകയുണ്ടായി. അതായത് 15 വർഷം കഴിഞ്ഞിട്ടും ഈ ശിവൻകുട്ടി ചിലപ്പോഴൊക്കെ ഇറങ്ങി വന്ന് ഭയങ്കരമായി നമ്മളെ അസ്വസ്ഥമാക്കുന്ന പോലെയാണ്. അപ്പം അതിൻ്റെ അത്രയധികം അക്ഷരങ്ങൾക്ക് അത്രയധികം ഒരു ഭാവപ്പകർച്ച നൽകുവാനായിട്ട് മോഹൻലാൽ എന്ന് പറയുന്ന ഒരു വലിയ നടന് സാധിച്ചൊരു സിനിമ കൂടെയാണ്. ശിവൻകുട്ടി ഇങ്ങനെ അലക്ഷ്യമായി വണ്ടി ഓടിച്ചുകൊണ്ട് ഒരു താഴ്ചയിലേക്ക് വണ്ടി വളരെ ഭ്രാന്തമായ ഒരു ആവേശത്തോടുകൂടി പോകുന്നു. ഈ ശിവൻകുട്ടിക്ക് എന്ത് പറ്റി? ശിവൻകുട്ടിക്ക് സ്നേഹിച്ചതും അദ്ദേഹത്തിന് ഒരു ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ പ്രതികാരം ചെയ്യാൻ പോലും ആ മനുഷ്യൻ്റെ നന്മ കൊണ്ട് മനസ്സിൽ പറ്റാതെ വരുന്ന ഒരവസ്ഥ. എനിക്ക് തോന്നുന്നൊരു ഒരു മലയാള സിനിമയിൽ നിന്നുള്ളതല്ല, എൻ്റെ അടുത്ത് വിക് ചന്ദ്രനോ മറ്റോ ആ സമയത്ത് പറഞ്ഞിട്ടുണ്ട്, ഒരു ലോക സിനിമയിൽ തന്നെ പ്രതികാരത്തിനായിട്ട് ഒരാളെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് പൊക്കോ, പോയി രക്ഷപ്പെട്ടോ, ഞാൻ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞ് അലറുന്ന ഒരു നായകൻ, പ്രതിനായകരുടെ അടുത്ത് അല്ലെന്നുണ്ടെങ്കിൽ കുറ്റവാളികളുടെ അടുത്ത് ക്ഷമിക്കാൻ കഴിയുന്ന തരത്തിലേക്കൊരു വലിയ മനസ്സിൻ്റെ ഒരു ഇതെന്നൊക്കെ പറയുന്ന ഒരു ഭയങ്കര ഡൈനാമിസം ഉള്ള ഒരു ക്യാരക്ടറാണ്. സാർ ഇപ്പോൾ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് ഇതിലെ ഒരു മെയിൻ ത്രെഡ് ഉണ്ടെങ്കിലും ബാക്കിയെല്ലാം നാച്ചുറലി ഹാപ്പൻഡ് ആണ്. എഴുതിയപ്പോൾ ഓട്ടോമാറ്റിക്കലി സാറിന്റെ മൈൻഡിലോട്ട് വന്നതാണ്. അപ്പൊ ഈ ബ്ലസ്സി എന്നൊരു നെയിം പോലെ തന്നെ ഗോഡ് ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരാളാണല്ലേ? തീർച്ചയായിട്ടും എനിക്ക് അങ്ങനെ ഒരു വലിയൊരു എഴുത്തിൻ്റെ കാര്യത്തിൽ വലിയ കഴിവുള്ള ഒരാളൊന്നും അല്ല ഞാൻ. ഞാൻ കുറേ അധികം വായിക്കും, പണ്ട് ചെറിയ പ്രായം തൊട്ടേ വായിക്കാറുണ്ട്. പക്ഷേ എനിക്ക് എഴുതുമെന്ന് എനിക്ക് യാതൊരു ധാരണയും ഉണ്ടായിരുന്ന ഒരാളല്ല ഞാൻ. എന്നെ എഴുതുവാനായിട്ട് ഞാൻ കഥ പറഞ്ഞപ്പോൾ, കഥ കേട്ടപ്പോൾ എന്നെ അത് പ്രേരിപ്പിച്ചത് മമ്മൂക്കയാണ്. കാഴ്ച എഴുതുന്നതിന് മുമ്പ് ഞാൻ ഒന്നും എഴുതിയിട്ടില്ല. മമ്മൂക്കയാണ് പറയുന്നത് നീ എഴുതി നീ എൻ്റെ അടുത്ത് പറയുന്ന പോലെ അങ്ങ് എഴുതിയാൽ പോരെ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അത്രയും വലിയൊരു, ആ സമയത്ത് അത്രയും വലിയൊരു നടൻ നമ്മളെ അങ്ങനെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ, എന്നിട്ടും ഞാൻ പലരെ അന്വേഷിച്ച് നോക്കി എഴുതാനായിട്ട്. എഴുതി ഞാൻ കുറച്ച് എഴുതിക്കൊണ്ട് കാണിച്ചു. മുഴുവൻ എഴുതിയിട്ട് ഞാൻ കൊണ്ട് കാണിച്ചു. അദ്ദേഹം 3 സീനേ വായിച്ചുള്ളൂ, പിന്നെ വായിച്ചില്ല. പിന്നീട് ഒരു 50 ദിവസം കഴിഞ്ഞ് അത് പുസ്തകമായി ഇറങ്ങിയപ്പോൾ ആണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ പിന്നീട് അത് വായിച്ചിട്ടേ ഇല്ല. കാരണം
എനിക്ക് ആ 3 സീൻ കൊണ്ട് ഞാൻ ഹാപ്പി ആയിരുന്നു എന്നുള്ള. അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും മറക്കാത്ത ഒരനുഭവമാണ് എഴുത്തുകാരനായി എന്ന് പറയുന്നത്. അതെ. ഈ അണ്ണാരക്കണ്ണാ വാ എന്നുള്ളൊരു സോങ് അതിപ്പോഴും ട്രെൻഡിങ് ആണ്. അപ്പോ ഈ ഒരു സോങ് നമ്മൾ ലാലേട്ടനെ കൊണ്ട് തന്നെ പാടിക്കുക എന്നുള്ളത് മോഹൻ സിത്താര സാറിന്റെ സജഷൻ ആയിരുന്നോ? അതോ സാറിന്റെ സജഷൻ ആയിരുന്നോ? അല്ല, അത് ഇപ്പം നമ്മൾ ആ സിനിമ ഇതെല്ലാം നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്യുമ്പം തന്നെ നമ്മൾ അങ്ങനെ ഒരു പാട്ടിനെ കുറിച്ച് വരുമ്പോൾ ആ അണ്ണാർക്കണ്ണവായുടെ മുന്നിൽ ഉം. ഒരു ബുൾബുൾ വായിക്കുന്നുണ്ട്. ഉം. ആ ബുൾബുൾ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പം ആ ബുൾബുൾ വായിക്കുന്നതിന് പോലും എനിക്കൊരു കഥയുണ്ട്. അത് മറ്റുള്ളവർക്കും ഇല്ലെങ്കിലും. ഞാൻ എൻ്റെ ഒരു ചെറിയ ബാല്യം ഒരു 1-ാം ക്ലാസ് മുതൽ 4-ാം ക്ലാസ് വരെ തിരുവല്ലയിലെ ഒരു രക്ഷാസൈന്യം സ്കൂൾ എന്ന് പറയുന്ന ഒരു ചെറിയ സ്കൂള് ഇന്നും അതിൻ്റെ എല്ലാ അരാജകത്വത്തിലും പോകുന്നൊരു സ്കൂളാണ്. ചെറിയ സ്കൂളിൽ വളരെ താഴെ നിലയിലുള്ള ആൾക്കാർ മാത്രം പഠിക്കുന്ന ഒരു സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അപ്പം അവിടെ അതുകൊണ്ട് തന്നെ എൻ്റെ കൂടെയുള്ള സഹപാഠികളും ഒക്കെ ആ രീതിയിലുള്ള അങ്ങനെ പഠിത്തത്തിനേക്കാളുപരി ഉച്ചയ്ക്ക് കിട്ടുന്ന ഉപ്പുമാവിന് വേണ്ടി വരുന്ന കുട്ടികളെന്ന് പോലുള്ള തീരെ ബുദ്ധിമുട്ടുള്ള വീട്ടിൽ നിന്ന് വരുന്ന കുട്ടികളാണ്. അപ്പോൾ അവിടെ ഒരു കുട്ടി ബുൾബുളൊക്കെ വായിക്കുന്ന ഒരു പയ്യനുണ്ടായിരുന്നു, ഒരു ഉയർന്ന നിലയിലുള്ള ഒരു കുട്ടി. അപ്പോൾ ഇവൻ ബുൾബുൾ വായിക്കുന്ന കാണുമ്പോൾ ഞങ്ങൾക്കൊക്കെ ഭയങ്കര അതിശയമാണ്. ഞങ്ങളുടെ ഹീറോ ഇവൻ. അവൻ നമുക്ക് ഈ ബുൾബുൾ എന്ന് പറയുന്ന സാധനത്തിനെക്കുറിച്ച് നമുക്കൊന്ന് തൊടാൻ പോലും പറ്റത്തില്ല. അപ്പം ഞങ്ങൾ ചെയ്തിരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പെട്ടിയുടെ ഈ അലുമിനിയം പെട്ടി ഉണ്ടല്ലോ പിടിച്ചോണ്ട്, അലുമിനിയം പെട്ടിയുടെ ഇടയിൽ ബ്ലേഡ് കയറ്റി വയ്ക്കും. ബ്ലേഡ് കയറ്റി വെച്ചിട്ട് റബ്ബർ ബാൻഡ് വലിച്ച് അത് കെട്ടും. അപ്പം ഇതിൻ്റെ അകത്ത് ഈ മെറ്റലിൻ്റെയും റബ്ബറിൻ്റെയും ഇത് അതിലിങ്ങനെ നമ്മൾ ഇതടിക്കുമ്പോൾ ഗിറ്റാറിൻ്റെ ഈ ശബ്ദമൊക്കെ പോലെ ഒരു ശബ്ദമൊക്കെ ഉണ്ടാകും. അപ്പം അങ്ങനെയൊക്കെ ഞങ്ങൾ സ്വയം ആശ്വസിപ്പിച്ചിരുന്ന ഒരു കുട്ടിക്കാലം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ മോഹൻ്റെ അടുത്ത് ഈ പാട്ട് തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞു, എനിക്ക് പാട്ട് തുടങ്ങും അതൊരു ബുൾബുളിൻ്റെ ഒരു ശബ്ദത്തിൽ കിട്ടിയപ്പോൾ അതുകൊണ്ട് അതൊരു വളരെ പേഴ്സണലായിരുന്നു. വെച്ച് കഴിഞ്ഞാൽ അത് പ്രത്യേകിച്ച് ആ പാട്ടും അങ്ങനെയാണല്ലോ, ഒരു ബുൾബുൾ വായിക്കുന്നതും ഒക്കെ ആയിട്ടുള്ളൊരു ഒരു ഒരു അയാളുടെയും ഒരു കുട്ടിക്കാലത്തിലേക്കൊക്കെ വരുന്നതാണല്ലോ. അപ്പൊ ഈ ലാലേട്ടന്റെ ആ ഒരു കുട്ടിക്കാലം, ആ ഒരു സ്കൂൾ മെമ്മറി ഒക്കെ ഒന്ന് ഓർത്തു കഴിഞ്ഞാൽ ബ്ലെസ്സി സാറിന്റെയും കുറച്ച് സ്കൂൾ മെമ്മറീസ് ഉണ്ടോ? അങ്ങനെ കുറേയൊക്കെ നമ്മളപ്പം നമ്മുടെ മെമ്മറീസ് ഇല്ലെങ്കിൽ പോലും നമ്മൾ അത്തരം ഒരു വിദ്യാഭ്യാസം ആ ഒരു കാലഘട്ടത്തിൽ ഇത് ചെയ്യുമ്പോൾ നമുക്ക് വളരെ അറിയാവുന്നതാണല്ലോ, നമ്മൾ അനുഭവിച്ചതായതുകൊണ്ട് നമുക്ക് അതിനെ വിഷ്വലൈസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അതെ. അതുപോലെ തന്നെ ലാലേട്ടൻ ഒരു ഇന്റർവ്യൂവിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഭ്രമരം എന്ന മൂവിയിൽ അനാവശ്യമായിട്ട് ഒരു സീൻ പോലും എടുത്തിട്ടില്ല എന്ന്. എല്ലാം സർ വെൽ പ്ലാൻഡ് ആയിരുന്നു എന്ന്. അപ്പൊ ഏതൊരു മൂവി ചെയ്യുമ്പോഴും സർ ലൈക്ക് ആ ഒരു വെൽ പ്ലാൻഡ് ആയിരിക്കുമോ എല്ലാ സീൻസിനെ കുറിച്ചിട്ടും? കയറുമായിരിക്കും. ഇപ്പം ആടുജീവിതത്തിനെ കുറിച്ച് ഇപ്പം നമ്മുടെ ഒരു ക്യാമറാമാൻ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, അതായത് നമ്മൾ സാധാരണ ഒരു സിനിമയ്ക്ക് ഒരു ലൊക്കേഷനിൽ പോകുമ്പോൾ നമ്മൾ കുറേ ചിലപ്പം ക്യാമറാമാരോ മറ്റുള്ളവരൊക്കെ കുറേ ഷോട്ടുകൾ റാൻഡം എടുത്ത് വയ്ക്കാറുണ്ട്. നമുക്ക് അങ്ങനെ ഒരു ഷോട്ടില്ല. നമ്മൾ നമ്മുടെ ഒരു ഡിസ്കഷനിൽ നമ്മുടെ ഒരു ഇതിൽ നമ്മൾ ചിന്തിച്ചിട്ടുള്ള അത് തന്നെ ആയിരിക്കും. എന്ന് വെച്ചാൽ നമ്മളൊരു സ്ക്രിപ്റ്റ് വായിക്കുമ്പോഴും അത് കൺസീവ് ചെയ്ത് നമ്മൾ ആൾക്കാരോട് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരോടൊക്കെ നമ്മൾ ഡീറ്റെയിൽ ചെയ്യും. പ്രത്യേകിച്ച് ഭ്രമരത്തിന് നല്ലൊരു സ്റ്റോറി ബോർഡിൻ്റെ ഒരു ബാക്കപ്പ് ഉണ്ടായിരുന്നു. കാരണം നമ്മൾ അത് എങ്ങനെ ഷൂട്ട് ചെയ്യണമെന്നുള്ളതിന് വലിയ റിസർച്ച് നടന്നൊരു സിനിമയാണ്. ഭ്രമരത്തിനെ കുറിച്ച് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയൊരു എപ്പിസോഡായിട്ട് വർക്ക് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. കാരണം അതിൻ്റെ അകത്ത് ആ സിനിമയിൽ നമ്മളിപ്പം ഡ്രോണോ മറ്റു കാര്യങ്ങളോ VFXൻ്റെ അത്ര ഇതൊക്കെ സപ്പോർട്ടൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിലാണ് ഭ്രമരം നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പം കാറ് പൊയ്ക്കൊണ്ടിരിക്കുമ്പം ക്യാമറ ഇങ്ങനെ റൗണ്ട് ചെയ്യുന്നുണ്ട്, ഒരു 360 ഡിഗ്രിയിൽ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ പ്രത്യേകം അതിനുവേണ്ടി ചില ഇത് ഡിവൈസസ് ഉണ്ടാക്കി നമ്മൾ കാറിൻ്റെ മുകളിൽ ഒരു വലിയൊരു ഈ ക്രെയിൻ്റെ ഇതെല്ലാം വെച്ചിട്ട് ഇത് ചെയ്തിട്ട് ജിമ്മി ജീപ്പിൻ്റെ ഹെഡ് വെച്ചിട്ട് അതിനെ മോൾഡ് ചെയ്തിട്ട് മുന്നിൽ വേറൊരു വണ്ടി പോയിട്ട് അതിൽ കൂടെ, അന്നൊക്കെ റിമോട്ട് ഓപ്പറേഷൻ പോലും ഇല്ലാത്ത സംഭവം, ഈ വയറും കാര്യങ്ങളൊക്കെ വെച്ച് ഇങ്ങനെയാണ് അതൊക്കെ നമ്മൾ കോയമ്പത്തൂർ വെച്ചിട്ട് ഷൂട്ട് ചെയ്യും. എന്നിട്ട് ഈ ക്യാമറ പോകുന്നതിൻ്റെ ഇടയിൽ കൂടെ ഒരു ബൈക്കൊക്കെ കയറിപ്പോവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കണ്ടിട്ട് എനിക്ക് ഹിന്ദിയിൽ നിന്ന് വരെ ആൾക്കാർ എങ്ങനെയാണ് അന്ന് അക്കാലത്ത് അത് ഷൂട്ട് ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ട്.
അപ്പോൾ അങ്ങനെ ഒരുപാട് ഹോംവർക്ക് ഉണ്ടായിരുന്ന ഒരു സിനിമയായിരുന്നു. ഉണ്ടായിരുന്നു. അതിലെ ലൊക്കേഷൻസ് എന്ന് പറയുമ്പോഴേക്ക് സെക്കൻഡ് ഹാഫില് ഇവര് യാത്ര ചെയ്ത് ലാലേട്ടന്റെ നാട്ടിലോട്ട് ശിവൻകുട്ടിയുടെ നാട്ടിലോട്ട് പോകുന്ന ആ ഒരു പോർഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് വളരെ ഡ്രൈ ആയിട്ടുള്ള ഒരു പ്രദേശമാണ്. ഒരു സൈഡിൽ കൊക്ക, കുറെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഈ ഒരു ലൊക്കേഷൻ കണ്ടുപിടിക്കാനായിട്ട് ബുദ്ധിമുട്ടിയിരുന്നു. സ്ക്രിപ്റ്റ് എല്ലാം തീർന്നു കഴിഞ്ഞിട്ട് ഇതിൻ്റെ ലൊക്കേഷനായിട്ട് ഒരുപാട് ഹണ്ടിങ് നടത്തി. അപ്പോൾ അവിടെ എങ്ങും കിട്ടാതിരുന്നൊരു സമയത്ത് ലാസ്റ്റിലാണ് ഞാൻ പറഞ്ഞിട്ട് നെല്ലിയാമ്പതിയിലോട്ട് പലരെ മൈസൂർ അങ്ങനെ ബൽഗാം അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോയതാണ്. ഏതാണ്ട് ആ സിനിമയ്ക്ക് 8 ലൊക്കേഷനിൽ മറ്റോ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നെല്ലിയാമ്പതിയിലെ ആ ലൊക്കേഷനിൽ കണ്ടിട്ട് ക്യാമറാമാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ പ്രൊഡ്യൂസർ പറഞ്ഞു ഇവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ജനറേറ്റർ പോകത്തില്ല, വെള്ളം കൊണ്ടുപോകാൻ വണ്ടി പോകത്തില്ല, എല്ലാ ബുദ്ധിമുട്ടുകളായി, നമുക്ക് വേറെ എവിടെയെങ്കിലും ഷിഫ്റ്റ് ചെയ്യാം, അതല്ലെന്നുണ്ടെങ്കിൽ ഗ്രൗണ്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് വിഷ്വൽസ് വേറെ കാണാത്ത റോഡ് കാണാത്ത രീതി നമുക്ക് ഷൂട്ട് ചെയ്യാം. ഒരുപാട് ഐഡിയകൾ പറഞ്ഞു. ഇപ്പം നിർമ്മാതാവ് രാജീവല്യത്തിൻ്റെ ഒരു സുഹൃത്തും കൂടെ, അദ്ദേഹം ഷൂട്ടിൻ്റെ തലേന്ന് വന്ന് പറഞ്ഞു ഇങ്ങനെയൊക്കെ ക്യാമറാമാൻ വരെ പറയുന്നു, നിങ്ങൾ ഇത് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് വേറെ എവിടെയെങ്കിലും ഒന്ന് ആലോചിച്ചാലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾ ആലോചിച്ച് നിങ്ങൾ ചെയ്തോ, ഞാൻ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു. അപ്പം എന്നിട്ട് പിറ്റേ ദിവസം ഷൂട്ടിങ് തുടങ്ങി. അപ്പം ഷൂട്ടിങ്ങിനായിട്ട് രാവിലെ പോയി. അപ്പോൾ നമ്മൾ ഈ പോകുന്ന പോക്ക് നമുക്ക് കാട്ടുപോത്തിനെയൊക്കെ കാണാം. അതുപോലത്തെ സ്ഥലങ്ങളാണ്. അങ്ങനെ പ്രത്യേകിച്ച് റോഡൊന്നുമില്ല, ജീപ്പിൽ ഇങ്ങനെ കുടുങ്ങിയൊക്കെയാണ് ഒരു രീതി വേണം അവിടെ ചെല്ലാൻ. പ്രത്യേകിച്ച് ആദ്യത്തെ പോക്കാകുമ്പോൾ, ഇപ്പോഴൊക്കെ കുറച്ച് വൃത്തിയായിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും ഇത് കണ്ടുപിടിച്ചവനെ ശപിച്ചുകൊണ്ടാണ് പോകുന്നത്. അവിടെ എങ്ങനെ ഷൂട്ട് ചെയ്യും എന്നുള്ള ഭയങ്കര ഒരു ടെൻഷൻ. അപ്പം എനിക്ക് തോന്നുന്നു ഒരു ഉച്ച സമയമൊക്കെ ആയി. അപ്പം ലാലേട്ടനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പം ലാലേട്ടൻ വരുമ്പം എന്താണ് പറയുന്നത്, ലാലേട്ടൻ്റെ പജീറോയിൽ വന്നിട്ട് അത് കയറാൻ പറ്റാതെ പിന്നെ വേറെ ജീപ്പിലോട്ട് ഷിഫ്റ്റ് ചെയ്തൊക്കെ വന്നാണ്. ലാലേട്ടനും ഒരുപാട് പ്രയാസപ്പെട്ടാണ് വരുന്നത്. അപ്പം ലാലേട്ടൻ ഇങ്ങനെ, ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ആ ജീപ്പിൻ്റെ ഗ്ലാസ് പൊട്ടിയിട്ട് ഡ്രൈവ് ചെയ്യുന്ന ഒരിതുണ്ട്. ആ സീനാണ് ഷൂട്ട് ചെയ്യേണ്ടത്. ഞാൻ ചേട്ടൻ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, ചേട്ടാ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായോ വരാനായിട്ട്? ഏയ് സാരമില്ല, ഇങ്ങനെയുള്ള സ്ഥലം ഇതിപ്പോൾ ഭയങ്കര സ്വിറ്റ്സർലാൻഡിൽ പോയി ഷൂട്ട് ചെയ്യുന്ന പോലെ ഉണ്ടല്ലോ, ഭയങ്കര അതിൻ്റെ ഒരു ബ്യൂട്ടിയാണ്, ഇത്രയും കഷ്ടപ്പെട്ടാലല്ലേ ഇത്തരം സ്ഥലം നമുക്ക് കണ്ടെത്താൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞതോടുകൂടി അതുവരെ ഉണ്ടായിരുന്ന എല്ലാവരുടെയും തളർച്ചയൊക്കെ മാറി ഭയങ്കരമായിട്ട് ഒരു എന്നുള്ളൊരു ആവേശം മതി. അപ്പോൾ അങ്ങനെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ സിനിമയ്ക്ക്. ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക, വലിയൊരു അഭ്യാസിയുടെയാണ്. അദ്ദേഹത്തിൻ്റെ ഡ്രൈവിംഗ് ഒക്കെ എന്ന് പറഞ്ഞത് ആ ഒരു ജീപ്പും ഒക്കെ ആയിട്ട് നമ്മൾ തന്നെ ചിലപ്പം ലൊക്കേഷനിലോട്ട് നമ്മൾ അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യാനായിട്ട് നമ്മളവിടെ പോയി എന്നിട്ട് തിരിച്ചു വരുന്നത് ചിലപ്പോൾ അദ്ദേഹത്തിനോടൊപ്പം അദ്ദേഹം തന്നെ ആ ജീപ്പ് ഓടിച്ചോണ്ടായിരിക്കും ഈ കൊക്കയെ കൂടെ ഒക്കെ വരുന്നത്. അപ്പം പലപ്പോഴും നമ്മൾ പേടിച്ചിരുന്നു പോകും, കാരണം എന്നാൽ അത്രയധികം റിസ്ക്കിലാണ് അത് ഓടിച്ച് കയറ്റുന്നതൊക്കെ. അപ്പം ഭാഗ്യത്തിന് അത്തരത്തിലുള്ള ഒരു വലിയ അപകടങ്ങൾ ഉണ്ടായിട്ടില്ല. പക്ഷെങ്കിലും ഇത്രയും ലൊക്കേഷനൊക്കെ ഉണ്ടായിട്ട് പോലും എനിക്ക് തോന്നുന്നു ഒരു 48 ഡേയ്സിലോ മറ്റോ നമ്മൾ ആ ഷൂട്ട് തീർത്തൊരു സിനിമയാണ്. അപ്പം ഡേ ആൻഡ് നൈറ്റ് വർക്ക് ചെയ്യും. അപ്പം ആൾക്കാർക്ക് എല്ലാം ഓരോരുത്തരും, എൻ്റെ അസോസിയേറ്റ് ഹരീഷ് പിന്നെ വയറിളക്കം വരുന്നു, മത്സരത്തിൽ വരുന്നു, ഓരോരുത്തർക്കും എന്നും ഓരോരുത്തരിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഭാഗ്യത്തിന് എനിക്ക് ഈ മനസ്സിലിങ്ങനെ ഫയർ കിടക്കുന്നതുകൊണ്ടായിരിക്കാം എനിക്ക് അത്ര ഒരു ക്ഷീണങ്ങളൊന്നും വരാതെ ഞാനെന്നും എത്ര രാത്രി ലേറ്റായാലും വെളുപ്പിനെ എഴുന്നേറ്റിരിക്കും. അപ്പം സാധാരണ പ്രൊഡ്യൂസർമാരാണ് പറയുന്നത് എങ്ങനെയെങ്കിലും ഒന്ന് തീർക്കാൻ. അവർ പറയും നിങ്ങളൊന്ന് പോയി കിടന്നുറങ്ങും, ആൾക്കാരെല്ലാം ഭ്രാന്ത് പിടിച്ചു തുടങ്ങി ഇതൊന്നും. പക്ഷേങ്കിൽ ഓരോ ദിവസവും എന്തെങ്കിലും ടെക്നിക്കലി ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ഷൂട്ട് കാണും. അപ്പം അത് കൂടെ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ത്രില്ലുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ അത് ഭയങ്കര രസകരമായ ഒരു ഷൂട്ടിംഗ് അനുഭവമാണ്.